ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ ജേണി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പലരും വിചാരിക്കും മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡായിട്ട് തിങ്ക് ചെയ്യുക, അല്ലാതെ നമ്മൾ തിങ്ക് ചെയ്തത് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാണ് മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ ഒരിക്കലും അങ്ങനെയല്ല. കാരണം നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ വർക്ക് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. റിസൾട്ട് ഒരിക്കലും നമ്മുടെ കയ്യിലില്ല. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവാൻ അതായത് നിങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെയാണ്. ഇങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മാറും. അതായത് നിങ്ങൾക്കൊരു വറി ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്നു, ബാക്കിയൊക്കെ ദൈവത്തിന് വിടുന്നു. നിങ്ങളുടെ ആങ്സൈറ്റി, ആങ്കർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ കൺട്രോൾ ചെയ്യാൻ ഇവിടെ പറ്റും. സോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഭാഗം, അതായത് നിങ്ങൾ യോഗ ചെയ്ത് നിങ്ങളുടെ എനർജി ഇമ്പ്രൂവ് ചെയ്യുക, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബാക്കിയുള്ള അതായത് വേണ്ടാത്ത കാര്യങ്ങൾ അതിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക. എന്നിട്ട് അതൊക്കെ നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും.